ഹോംലി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഫ്ലവർ തോരനുമായിട്ടാണ്. ഫ്ലവർ തോരൻ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും വല്ല ചെമ്പരത്തി പൂവോ ഒക്കെ പറിച്ച് തോരൻ വെക്കുന്ന കാര്യമായിരിക്കും. അതൊന്നുമല്ല, പൂ തന്നെയാണ്. ഫ്ലവർ എന്ന് പറയുമ്പോഴത്തേക്കും പൂവാണല്ലോ. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതേ ഞാൻ പറഞ്ഞ ഫ്ലവർ ഇതാണ് കേട്ടോ. ഇതൊരു ഫ്ലവർ തന്നെയാണല്ലോ. ഇത് കണ്ടോ, നമ്മുടെ മുരിങ്ങയുടെ പൂവാണേ. ഇതിപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ്. ഒരു സവോള, പച്ചമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി നല്ലതായിട്ട് ഞെരടി വെച്ചിരിക്കുന്നതാണ്. അരച്ചതല്ല, കൈ വെച്ച് നല്ലതായിട്ട് ഞെരടി എടുത്ത. ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അത് നല്ലതായിട്ട് ചൂടായി. നമുക്കതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക്, ഒരു തണ്ട് കറിവേപ്പില. ഇനി ആ കടുക് പൊട്ടിയതിലേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കുവാണ്. അത് ഇളക്കി നല്ലതായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് ഒരു പാതി വേവ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മുരിങ്ങയില പൂവിന് നമുക്ക് തീരെ വേവ് കുറവ്. നമ്മുടെ അരപ്പ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മുരിങ്ങയില പൂവിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, മുരിങ്ങയില പൂ കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. നല്ലതായിട്ട് ഇളക്കി വച്ചിരിക്കുക. ശരിക്കും മുല്ലപ്പൂ കിടക്കുന്ന പോലെ ഉണ്ടല്ലേ. ഈ വെള്ളം എന്ന് പറയാനായിട്ട് ഞാൻ ഇത്ര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് നമ്മുടെ അരപ്പെടുത്ത പാത്രത്തിൽ അതിൻ്റെ ബാലൻസ് ഇരുന്നതാണ്. ബാലൻസ് അല്ല, അരപ്പിൻ്റെ ബാലൻസിലോട്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഇനി അത് ഞാൻ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച്. ഇത് കണ്ടോ, മുരിങ്ങാപ്പൂ അല്ല, മുരിങ്ങ ഇലപ്പൂ. എന്നാൽ മുരിങ്ങാപ്പൂ എന്തെങ്കിലും പൂവാവട്ടെ. ഇതാണ് നമ്മുടെ തോരനായോ എന്ന് നോക്കാവേ. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടായിരുന്നു കേട്ടോ. എൻ്റെ ഇടത് കയ്യിൽ ഫോണിരിക്കുക, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വൈബ്രേഷനുണ്ട്. ഞാനിങ്ങനെ വലത് കൈ കൊണ്ട് ചെയ്യുമ്പോൾ കൈ വിറയ്ക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇനി നിങ്ങൾ കാണുന്നവർ തെറ്റിദ്ധരിക്കണ്ട. രാവിലെ തന്നെ കൈ വിറയ്ക്കുന്നത് വേറെ ചില ലക്ഷണങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുരിങ്ങയിലപ്പൂ കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറിൻ്റെ കൂടെ കഴിക്കുക എന്നുള്ളൊരു കർമ്മം മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക.